കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 8 1 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു ഒലിവുമലയിലേക്ക് പോയി. അതിരാവിലെ അവൻ വീണ്ടും ദേവാലയത്തിലേക്ക് വന്നു. ജനങ്ങളെല്ലാം അവൻ്റെ അടുക്കലെത്തി. അവൻ ഇരുന്ന് അവരെ പഠിപ്പിച്ചു. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജ്ഞരും ഫരിസേയരും കൂടി അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി. അവർ അവനോട് പറഞ്ഞു, ഗുരോ, ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത്. നീ എന്തു പറയുന്നു? ഇത് അവനിൽ കുറ്റമാരോപിക്കാൻ വേണ്ടി അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചതാണ്. യേശു ആകട്ടെ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ ആവർത്തിച്ചു ചോദിച്ചുകൊണ്ടിരുന്നതിനാൽ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. അവൻ വീണ്ടും കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. എന്നാൽ ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു. ഒടുവിൽ യേശുവും നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം ശേഷിച്ചു. യേശു നിവർന്ന് അവളോട് ചോദിച്ചു, സ്ത്രീയെ, അവർ എവിടെ? ആരും നിന്നെ വിധിച്ചില്ലേ? അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ. യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക. ഇനിമേൽ പാപം ചെയ്യരുത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, വളരെ ഹൃദയസ്പർശിയായ 1-2 വചനഭാഗങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. ആദ്യ വായന ദാനിയേലിൻ്റെ പുസ്തകം 13-ാം അധ്യായം. അതിൻ്റെ ആദ്യ ഭാഗം നിങ്ങൾ വായിച്ചിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്കറിയാം. ഒരു കുളിസീന. സൂസന്ന കുളിക്കാൻ പോകുന്നു. 2 ശ്രേഷ്ഠന്മാർ പാത്തിരുന്ന് കാണുന്നു. അവളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി അത് അവരിൽ പാപചിന്ത ജനിപ്പിച്ചു. അവളെ പ്രാപിക്കാൻ അവർ ആഗ്രഹിച്ചു. പക്ഷെ നടക്കാതെ വന്നപ്പോൾ പിന്നെ അവൾക്കെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞു. സക്കറിയ 13-ന്റെ 3-ാമത്തെ വചനം വായിച്ചാൽ കള്ളസാക്ഷ്യം എത്ര ഗൗരവമുള്ള പാപമാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിൽ ആരെങ്കിലും കള്ളസാക്ഷ്യം പറയുന്നതായിട്ട് കണ്ടാൽ അവർക്ക് ജന്മം കൊടുത്ത മാതാപിതാക്കൾ പോയി അവരുടെ ഉദരം പിളർക്കണം. ഇവിടെ കള്ളസാക്ഷ്യം പറഞ്ഞ് ഈ 2 ശ്രേഷ്ഠന്മാർക്ക് വന്നത് എന്താണെന്ന് നമുക്കറിയാം. സൗന്ദര്യം അവരെ വഞ്ചിച്ചപ്പോൾ, സൗന്ദര്യത്തിൽ അവർ ആകൃഷ്ടരായപ്പോൾ പാപചിന്തകൾ അവരുടെ മനസ്സിൽ ഉടലെടുത്തു. അതവരെ പാപപ്രവൃത്തിക്കായിട്ട് പ്രേരിപ്പിച്ചത് നമ്മളിവിടെ ആദ്യ വായനയിൽ കാണുകയാണ്. നമ്മൾ കണ്ടു, ഒരു ബാലനായ ഒരു വ്യക്തി ദാനിയേൽ, അവൻ്റെ ഉള്ളിൽ ആത്മാവിനെ കർത്താവ് ഉണർത്തി. നമുക്ക് ആത്മീയരാകാൻ ഒരുപാട് പ്രായമൊന്നും വേണമെന്നൊന്നുമില്ല. ഏത് പ്രായക്കാർക്കും ആത്മീയ ചിന്തകളാൽ നയിക്കപ്പെടാൻ പറ്റും. എത്ര പ്രായം ആയാലും ആത്മീയ ചിന്ത മനസ്സിലേക്ക് ചേർക്കാറൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്താണ്? ഹൃദയത്തിൽ നന്മയാണോ തിന്മയാണോ അതനുസരിച്ച് നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കണ്ട മറ്റൊരു കാര്യം, ദാനിയേൽ ആ 2 ശ്രേഷ്ഠന്മാരെ അവരെ വിചാരണ ചെയ്ത് അവരോട് സംസാരിക്കുന്ന ഒരു രംഗം. 2 പേരും പറഞ്ഞു, ഈ സൂസന്ന ഒരാളെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കണ്ടായിരുന്നു. ഇവർ 2 പേരെയും ആദ്യം ജനങ്ങളെല്ലാം വിശ്വസിച്ചു. പക്ഷേ അതിന് ശേഷം ദാനിയേൽ ഇടപെട്ടപ്പോഴത്തേക്കാണ് കളം മാറുക. ഞാൻ പറഞ്ഞു, നമ്മൾ വിചാരണ ചെയ്യാതെ ഇവരെ എങ്ങനെ മരണത്തിലേക്ക് തള്ളിവിടാൻ പറ്റും? ഒക്കെ എന്നോ നടത്തിക്കോളാൻ പറഞ്ഞു. 2 പേരെ മാറ്റി നിർത്താൻ പറഞ്ഞു. ഓരോരുത്തരെ വിളിച്ചു. എന്നിട്ട് ആദ്യത്തെ ആളോട് ചോദിച്ചു, ഏത് മരത്തിൻ്റെ ചുവട്ടിൽ വെച്ചാണ് ഇവർ ആലിംഗനം ചെയ്യുന്നത് നീ കണ്ടത്? ഓ, അതോ, അത് കരയാമ്പു. കരയാമ്പു എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമ്പു ചെടി എന്ന് പറയാം. ഒരു മരം, നമ്മൾ കടുക് മരം എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഇത് വലിയൊരു മരത്തിൻ്റെ ഗണത്തിലൊന്നും പെടുത്താൻ പറ്റിയല്ല. ഗ്രാമ്പു നമുക്കറിയാം, അതിൻ്റെ ചുവട്ടിലാന്ന് പറഞ്ഞു. അതിന് മറുപടിയായിട്ട് ദാനിയേൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിൻ്റെ നുണ നിൻ്റെ തന്നെ തലക്കെട്ട് തിരിച്ചടിക്കും.
നിൻ്റെ നുണ. ഞാൻ ഈ വചനഭാഗം വരുന്നു എന്നറിഞ്ഞുകൊണ്ടൊന്നുമല്ല, പക്ഷേ ഇന്നത്തെ ആത്മീയ ഭോജ്യത്തിൽ അതിനകത്ത് ഞാൻ കൊടുത്തിരിക്കുന്ന 6 ബുമറാങ് പാപങ്ങൾ. ബുമറാങ് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടെറിഞ്ഞാൽ ഇങ്ങോട്ട് തിരിച്ചു വരും. ബുമറാങ് എന്ന് പറഞ്ഞ പോലത്തെ 6 കാര്യങ്ങൾ നമ്മളീ പാപത്തിൽ പെട്ടാൽ അത് നമ്മുടെ തന്നെ തലക്കെട്ട് തിരിച്ചടിക്കും. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കേൾക്കുകയാണ്, നീ പറഞ്ഞ നുണ നിൻ്റെ തന്നെ തലക്കെട്ട് തിരിച്ചടിക്കും. ഇതുപോലത്തെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അത് ദോഷമായി ഭവിക്കും എന്നുള്ളത് കർത്താവിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുക. രണ്ടാമത്തെ ആളെ വിളിച്ചിട്ട് ചോദിച്ചു, ഏത് മരത്തിൻ്റെ ചുവട്ടിൽ വെച്ചാണ് ഇങ്ങനെയൊരു പ്രവൃത്തി ചെയ്യുന്നതായിട്ട് നീ കണ്ടത്? അത് വലിയൊരു കരിവേലകം, തഴച്ചു വളരുന്ന ഒരു കരിവേലകം. അതാണ് അവൻ പറഞ്ഞത്. കരിവേലകം എന്നൊക്കെ പറഞ്ഞാൽ ഓക്ക് ട്രീ, നമുക്കറിയാം വലിയ സൈസാണ്. ഇത് രണ്ടും തമ്മിൽ അങ്ങനെ ചേർന്ന് പോകും. കരയാമ്പൂവും കരിവേലകവും അവിടെ ഒരുമിച്ച് കൂടിയിരുന്ന ജനങ്ങൾക്കെല്ലാം പിടികിട്ടി. ഇവന്മാർ രണ്ടുപേരും കൂടെ കള്ളത്തരം പറഞ്ഞതാണ്, കള്ളസാക്ഷ്യം പറഞ്ഞതാണ്. സൂസന്ന നിഷ്കളങ്കയാണ് എന്നുള്ളത് അവർക്ക് ബോധ്യമായി. സൂസന്ന ചെയ്തത് എന്താണ്? ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഉച്ചത്തിൽ നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അവിടെ ദൈവം അവൾക്കായി പ്രവർത്തിച്ചു. ദാനിയേലിലൂടെ അവിടെ ഈ ഒരു പ്രവൃത്തി സംഭവിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമുക്കൊക്കെ നീതി കിട്ടാൻ മനുഷ്യരുടെ പുറകെ ആണോ ഓടേണ്ടത്? ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞാൽ, ഇതുപോലെയൊന്ന് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം നമുക്കായി പ്രവർത്തിക്കും. അതിനു വേണ്ട കാര്യങ്ങളെല്ലാം ദൈവം ക്രമീകരിക്കും എന്നുള്ളത് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമാണ്. പള്ളിയിൽ പോകാനുള്ള അവസരമില്ലേ? അടുക്കളയിലിരുന്ന് പ്രാർത്ഥിച്ചാലും നിങ്ങളുടെ രൂപക്കോടിൻ്റെ മുമ്പിലിരുന്ന് ശരിക്കും കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം നമുക്കായി പ്രവർത്തിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ സൂസന്നയുടെ കാര്യത്തിൽ നമ്മൾ കാണുക. സുശേഷഭാഗത്ത് നമ്മൾ കാണുന്നു, ഒരു കൂട്ടം ആൾക്കാർ, പരിസേരും നിയമജ്ഞരും ഒരു സ്ത്രീയെ കൊണ്ടുവന്നു. ആ സ്ത്രീയെ അവളെ രക്ഷിക്കാൻ ഇഷ്ടപ്പെട്ടിട്ട് വല്ലതും ആണോ? ഒന്നുമല്ല. ഇവരുടെയൊക്കെ ചങ്കിനകത്ത് തിന്മയാണ് നിറഞ്ഞു നിന്ന് ചങ്ക് കല്ലുപോലെയായി. ഒരു സാഹചര്യം കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് കർത്താവിൽ കുറ്റം ആരോപിക്കാൻ, അവനെ ഒന്ന് കൊടുക്കാൻ വേണ്ടി ഇത് നല്ല അവസരമാണെന്ന് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടുവന്നു. എന്നിട്ട് നമ്മൾ കാണുന്നൊരു കാര്യം, അവർ തന്നെ പറഞ്ഞു, ഇവളെ പച്ചയ്ക്ക് പിടിക്കപ്പെട്ടതാ വ്യഭിചാരം ചെയ്തുകൊണ്ടിരുന്നപ്പം, ദി ആക്ട് ഓഫ് അഡൾട്ടറി. അങ്ങനെ പിടിക്കപ്പെട്ട വ്യക്തിയെ എന്ത് ചെയ്യണമെന്നുള്ളത് മോശ പറയുന്നുണ്ട്. നിനക്കറിയാൻ മേലേൽ ഞങ്ങൾ പറഞ്ഞുതരാം. മോശ പഠിപ്പിക്കുന്നുണ്ട്, അവളെ കല്ലെറിഞ്ഞ് കൊല്ലണം. ഇവരെല്ലാവരുടെയും കയ്യിൽ കല്ലുമുണ്ട്. ഞാൻ ഒരു സാഹചര്യത്തിൽ കർത്താവ് കുനിഞ്ഞെന്തോ എഴുതിയെന്നാണ് പറഞ്ഞത്, മണ്ണിൽ. ചിലർ പറയുന്നത്, എൻ്റെ ഒരു വ്യാഖ്യാനം ഇങ്ങനെയാണ്, ഈ വന്നവന്മാരുടെ പാപം അതിൻ്റെ ലിസ്റ്റാണ് കർത്താവ് എഴുതിയത്. അതവർ കണ്ടു കാണും. വേറെ ഒരു വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ കർത്താവ് അവിടെ എഴുതിയത് ഹെസദ് എന്ന് പറഞ്ഞാൽ കരുണാർദ്ര സ്നേഹം. നമ്മളിവിടെ കാണിക്കേണ്ടത് കരുണയാണ് എന്നുള്ള ആ ഒരു കാര്യം. ഇതായിരുന്നാലും നമുക്ക് കാണാൻ സാധിക്കും. ചങ്ക് കല്ല് പോലെ കഠിനമാക്കി കല്ലും കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്നവരുടെ മുമ്പിൽ മണ്ണിലെഴുതുന്ന യേശുവിനെ കാണാൻ പറ്റും. അതിൻ്റെ അവസാനം യേശു പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യത്തെ കല്ലെറിയട്ടെ. ആരെങ്കിലും ഉണ്ടായിരുന്നോ? ആരുമില്ലായിരുന്നു. ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം, നമുക്ക് പാപമില്ലേലേ മറ്റുള്ളവരെ വിധിക്കാൻ അവകാശമുള്ളൂ. 1 യോഹന്നാൻ 1-ാം അധ്യായം 8-9 വചനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പാപമില്ലെന്ന് നമ്മൾ പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാണ്. ആരാ പാപമില്ലാത്തവർ? നമുക്ക് പാപമില്ലെന്ന് പറയുമ്പോൾ നമ്മൾ വ്യാജം പറയുന്നവരായിട്ട് മാറും, ആത്മവഞ്ചകരായിട്ട് മാറും. നമുക്ക് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചും മറ്റുള്ളവരോട് കരുണ കാണിച്ചും ജീവിക്കാനുള്ള ഒരു വിളിയാണ് ലഭിച്ചിരിക്കുന്നത്. ആ വിളിക്കനുസരിച്ച് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.